മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി ലോകത്തിൻ്റെ നേരിട്ടുള്ള വികാരം എന്താണ് എന്ന് മനസ്സിലാക്കി, അഥവാ പ്രതിഷേധത്തിൻ്റെ ചൂടറിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് ഇസ്രയേലിനെയും അമേരിക്കയെയും നാറ്റോയെയും ചേർത്ത് നടത്തിയ പ്രസംഗമാണ്. മൂന്ന്, നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ ആളൊഴിഞ്ഞ ഇറാൻ്റെ സീറ്റിൽ നെതന്യാഹുവിനെ ഭയപ്പെടുത്തിയ ആ രംഗമാണ്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഐക്യരാഷ്ട്രസഭാ സമ്മേളനം ചേരുമ്പോൾ 194 അംഗരാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇസ്രയേലിന് എതിരായി എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കക്കൊപ്പം എക്കാലത്തും നിലയുറപ്പിച്ച ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു. നെതന്യാഹു എന്ന ചോരക്കൊതിയനായ ആൾ പ്രസംഗപീഠത്തിലേക്ക് എത്തിയപ്പോൾ കാത്തിരുന്ന് കരുതി വെച്ച പോലെ ആളുകൾ അവരുടെ പ്രതിഷേധം ശക്തമാക്കി. കൂകി വിളിച്ചും കുഞ്ഞുങ്ങളുടെ ഘാതക എന്നും വിളിച്ചുമൊക്കെ നെതന്യാഹുവിനെ അവർ വരവേറ്റു. ലോകത്തെ ഭീകരതയുടെ മുൾമുനയുണ്ടെങ്കിൽ അത് ഇസ്രയേലാണെന്ന് ലോകം ഒന്നടങ്കം അംഗീകരിച്ചു. തങ്ങളുടെ ടെക്നോളജിയും തങ്ങളുടെ ഭീകരതയും ഒരു പോരാട്ടമായി ലോകം അംഗീകരിക്കുന്നു എന്ന സ്വചിന്ത നെതന്യാഹു ഈ സമയം മറന്നിരിക്കണം. ഏതായാലും വെറുക്കപ്പെട്ടവരെ ലോകം കണ്ടു എന്ന് മാത്രമല്ല, നെതന്യാഹുവിന് ദൈവം കാണിച്ചും കൊടുത്തു. മനുഷ്യർ ഒരു ഭാഗത്ത് നെതന്യാഹുവിനെ ബഹിഷ്കരിക്കുമ്പോൾ സാത്താന്മാർ ചിലർ കൈയടിച്ചു കൊണ്ടിരുന്നതും ഐക്യരാഷ്ട്രസഭാ സമ്മേളനം കണ്ടു. നെതന്യാഹു ഒന്ന് വരട്ടെ, എന്നിട്ട് വേണം ഇറങ്ങിപ്പോയി ആ പ്രതിഷേധം അറിയിക്കാൻ എന്ന അവസ്ഥയിലായിരുന്നു പല രാഷ്ട്ര നേതാക്കളും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സംഭവം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടേതാണ്. നെതന്യാഹുവിനെ നവനാസി എന്നാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ഒരു നിമിഷം പോലും ഈ വംശനാശ പദ്ധതിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പെട്രോ തറപ്പിച്ച് പറഞ്ഞത് നെതന്യാഹുവിന് മാത്രമല്ല അമേരിക്കക്കും കൊണ്ടു എന്നുള്ളതാണ്. കൊളംബിയ അമേരിക്കൻ അയൽരാജ്യം എന്നതിനപ്പുറം അമേരിക്കൻ സൈനിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കിയിരുന്നൊരു രാജ്യം കൂടിയാണ്. കൊളംബിയയിലെ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ അമേരിക്ക വൻതോതിൽ ഫണ്ട് ഒഴുക്കുന്നതും ചർച്ചയാകുമ്പോഴാണ് അമേരിക്കൻ താല്പര്യത്തിനെതിരെ കൂടി പെട്രോ തുറന്നടിച്ചത്. അമേരിക്കയും നാറ്റോയും ലോകത്തെ നശിപ്പിക്കുന്നു എന്നും ലോകക്രമത്തെ കൂടി അവർ ചിത്രപ്പെടുത്തുകയാണെന്നും ലോക സമാധാനത്തിന് ഇവർ ഭീഷണിയായി ജനാധിപത്യ ക്രമങ്ങൾ അട്ടിമറിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതോടെ അമേരിക്കക്ക് കിട്ടിയത് ഇരട്ടി പ്രഹരമായി മാറി. പെട്രോയുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ബ്രസീൽ പ്രസിഡന്റ് സിൽവ പെട്രോയുടെ മുതുകിൽ ഉമ്മ വെക്കുന്നത് കൂടി കാണാമായിരുന്നു. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിനെത്തിയ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തന്റെ ഐക്യരാഷ്ട്രസഭയിലെ സമ്മേളനം കഴിഞ്ഞ ശേഷം ന്യൂയോർക്കിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ താൻ എന്താണോ ബാക്കി വെച്ചിരുന്നത് അക്കാര്യങ്ങൾ അമേരിക്കയുടെ തെരുവിൽ സമരക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതിൽ നെതന്യാഹുവിനെയും അമേരിക്കയെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നുണ്ട്. ട്രംപിനെ അമേരിക്ക പുറത്താക്കണമെന്ന് വരെ കൊളംബിയൻ പ്രസിഡന്റ് വിമർശിച്ച് സംസാരിച്ചു. അമേരിക്കയുടെ വിദേശ നയങ്ങൾ തെറ്റാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതേ തുടർന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആക്രമണത്തിന് നേതൃത്വം അല്ലെങ്കിൽ പ്രേരണ നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന കാരണം വ്യക്തമാക്കി പെട്രോയുടെ വിസ റദ്ദാക്കാൻ പോവുകയാണ് അമേരിക്ക. അദ്ദേഹത്തെ പുറത്താക്കുമോ, ഇനി അതല്ല അദ്ദേഹത്തോട് വിസ കാലാവധി അവസാനിച്ചു എന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ന്യൂയോർക്ക് നൽകിയിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു തരത്തിലേക്കുള്ള ഒരു നീക്കത്തിന് ആലോചിക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പെട്രോയുടെ അശ്രദ്ധയും വിദ്വേഷജനകവുമായ പ്രവർത്തികൾ കാരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിസ റദ്ദാക്കും എന്നാണ് വെള്ളിയാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിലുള്ളത്. കൊളംബിയൻ പ്രസിഡന്റ് ഒരു ന്യൂയോർക്ക് സിറ്റി തെരുവിൽ നിന്നുകൊണ്ട് US സൈനികരോട് ഉത്തരവുകൾ അനുസരിക്കാതിരിക്കാനും ആക്രമണത്തിന് പ്രേരിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശക്തമായ പ്രതികരണം തന്നെയാണ് പെട്രോ അമേരിക്കയിൽ നടത്തിയിട്ടുള്ളത്. ട്രംപിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുക എന്നതാണ് മനുഷ്യത്വം, മനുഷ്യത്വത്തിന്റെ ആജ്ഞകൾ അനുസരിക്കുക എന്നും ഹിറ്റ്ലറിനെതിരെ പോരാടി യൂറോപ്പിലെ വയലുകളിൽ മരിച്ച ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ മുട്ടുകുത്തുന്നു, ഇന്നത്തെ നാവികരുടെയും സൈനികരുടെയും മുത്തശ്ശിമാരും അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അങ്ങനെ
തുടർന്നു കൊണ്ടുപോയത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി ഒരു മാതൃക അത് സംബന്ധിച്ച് കാണിക്കണം, അവർ ലോകമെമ്പാടുമുള്ള ജനങ്ങളുമായി ഒരു വലിയ സഖ്യത്തിലാണ് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ പലതരത്തിലുള്ള ഭാഗങ്ങൾ. ഗാസയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും നേരെ മിസൈലുകൾ തൊടുക്കാൻ അനുവദിക്കുന്നു അമേരിക്ക എന്നും ഇത് വംശഹത്യയിൽ പങ്കാളിയാകുന്നു എന്നുമൊക്കെ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പെട്രോ പറയുന്നുണ്ട്. ഏതായാലും കൊളംബിയയും അമേരിക്കയും ലഹരിക്കടത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നതിനിടെയാണ് അമേരിക്കൻ മണ്ണിൽ നിന്നും അമേരിക്കക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പെട്രോ ആഞ്ഞടിക്കുന്നത്. ആടിയുലയുന്ന കൊളംബിയ അമേരിക്ക ബന്ധത്തിൽ ഇത് തീവ്രതക്ക് വഴിവെച്ചേക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ അനുരണനം ഭാവിയിൽ കാണുകയും ചെയ്തേക്കാം. മൂന്നാമത്തെ കാര്യം, നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ തന്റെ പ്രസംഗപീഠത്തിലേക്ക് എത്തുകയാണ്. ചുറ്റും ആളുകൾ കൂകി വിളിച്ചും കൊലയാളി എന്ന് വിളിച്ചും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ഈ വിളിക്കുന്നവരൊന്നും സാധാരണക്കാരല്ല എന്നോർക്കണം. പല രാഷ്ട്ര തലവന്മാരും ഉദ്യോഗസ്ഥരും വിദേശകാര്യ വിദഗ്ധരുമൊക്കെയാണ്. പിന്നാലെ ആളുകൾ ഇറങ്ങിപ്പോകുന്നു. സീറ്റുകൾ ഭൂരിഭാഗവും കാലി. ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ ഉണ്ടെന്ന് കണ്ണോടിക്കുമ്പോഴാണ് ഇറാന്റെ സീറ്റിൽ കുറച്ചധികം പേർ ഇരിക്കുന്നത് നെതന്യാഹു കാണുന്നത്. ആ ഇരിക്കുന്നവരെ കണ്ട നെതന്യാഹുവിന്റെ മുഖം വിളറുകയാണ്. ഗാസയിൽ നെതന്യാഹു കൊന്നുതള്ളിയ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അത്. ഇറാന്റെ പ്രതിനിധിയുടെ സീറ്റിലും മേശപ്പുറത്തും അവരങ്ങനെ നെതന്യാഹുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബോംബർ ജെറ്റുകൾ കൊണ്ട് താൻ വലിയവനാണെന്ന് അഹങ്കരിക്കുന്ന ആ കൊലയാളി പ്രധാനമന്ത്രി ഒരു നിമിഷം പകച്ചു. പിന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹമാസിനെ ചാരി വീണ്ടും കൊന്നു തള്ളുമെന്നുള്ള ഭീഷണിയും മുഴക്കി. ഏതായാലും ഇസ്രയേൽ ലോകത്തിന്റെ പ്രതിഷേധം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായി അത് മാറി. ഐക്യരാഷ്ട്രസഭയിൽ ലോകരാജ്യങ്ങളുടെ പ്രതികരണവും ചൂടും ഇസ്രയേൽ അറിഞ്ഞപ്പോൾ തന്നെയാണ് ഹമാസ് മേധാവിയുടെ ഒരു പ്രസ്താവന വരുന്നത്. ഇതിനായിരുന്നു ഞങ്ങൾ 70 കൊല്ലം കാത്തിരുന്നത് എന്ന്. ഞങ്ങളുടെ ആയിരങ്ങൾ കൊല്ലപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും ഞങ്ങൾ ഒക്ടോബർ 7 ആക്രമണത്തിന് തയ്യാറായതും ഈ സത്യം ലോകം അംഗീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഇസ്രയേലിനൊപ്പം അവരെ അംഗീകരിക്കുന്ന പല രാജ്യങ്ങളും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒക്ടോബർ 7 സംഭവിച്ചത് കൊണ്ടാണല്ലോ ഇസ്രയേൽ നിങ്ങളെ ആക്രമിക്കുന്നത് എന്ന്. എന്നാൽ ഒക്ടോബർ 7 അല്ല, 70 വർഷമായി ഞങ്ങളിത് സഹിക്കുന്നു. ഇന്നിപ്പോൾ പല ലോകരാജ്യങ്ങളും ഞങ്ങളെ അംഗീകരിച്ചു. പലരും ഇസ്രയേലിനെതിരെ മുന്നോട്ട് വന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇസ്രയേലിന്റെ ക്രൂരതയെ തള്ളി പറഞ്ഞു. ലോകത്തിന്റെ വികാരം എന്താണ് എന്ന് നെതന്യാഹു മനസ്സിലാക്കി. ഇതിനായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി.